വിനീഷ് കൂടി ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. വിനീഷ്, ഈ തന്ത്രിയെ വീണ്ടും വിശദമായി ചോദ്യം ചെയ്യാൻ വേണ്ടി കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കത്തിലാണ് SIT. ഈ റിമാൻഡ് റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു സൂചിപ്പിച്ചിരുന്നത്? ഈ തന്ത്രിക്ക് കേസുമായിട്ടുള്ള പങ്ക്, ബന്ധം, ഇതേക്കുറിച്ച് വിശദമായ റിമാൻഡ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ടോ? തീർച്ചയായും ടോം, തന്ത്രി ആചാരലംഘനത്തിന് കൂട്ടുനിന്നു എന്ന് തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത്. ഈ കട്ടളപ്പാളി കൊണ്ടുപോകാൻ ഒത്താശ ചെയ്തു എന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറിയത് താന്ത്രിക വിധികൾ പാലിക്കാതെയാണെന്നുമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. അതുപോലെ തന്നെ ഈ ദേവന്റെ അനുജ്ഞ വാങ്ങാതെ പാളികൾ കൊണ്ടുപോകാൻ മൗനാനുവാദം നൽകിയെന്നും ഇത് കുറ്റകരമാണെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അത് ആത്മീയമായ കാര്യവുമാണ്. ദേവസ്വം ബോർഡ് പോറ്റിക്ക് പാളികൾ കൈമാറിയപ്പോൾ തന്ത്രി തടഞ്ഞില്ല എന്നും കൃത്യമായി തന്നെ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഈ പോറ്റിയെ എത്തിക്കുന്നത്. തുടർന്നാണ് കോടതി നടപടികളുമായി ബന്ധപ്പെട്ട് തന്നെ റിമാൻഡ് ചെയ്യുകയായിരുന്നു. തന്ത്രി സ്പെഷ്യൽ സബ് ജയിലിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. എന്തായാലും ഈ കേസിലെ 13ാമത്തെ പ്രതിയാണ് കണ്ഠരര് രാജീവര്. നമുക്കറിയാം 2019 മെയ് 18-നാണ് ടോമി ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് തന്നെ. ശ്രീകോവിലെ കട്ടളപ്പാളികളും പ്രഭാമണ്ഡല പാളികളും അഴിച്ചെടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറി എന്നുള്ളതാണ്. ഇതേ ദിവസം ഉച്ചപൂജയ്ക്കും അത്താഴ പൂജയ്ക്കും തന്ത്രി കണ്ഠരര് രാജീവര് സന്നിധാനത്തുണ്ടായിരുന്നു എന്നാണ് SIT കണ്ടെത്തിയത്. അതുപോലെ തന്നെ മെയ് 19-ന് തന്ത്രി ശ്രീകോവിലിൽ പ്രവേശിക്കുകയും പതിവ് പൂജകൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു എന്ന് കണ്ടെത്തി. ഈ സാഹചര്യത്തിൽ തന്ത്രിക്ക് ഇവ ഇളക്കിയെടുത്ത വിവരം നിശ്ചയമായും അറിയാമെന്ന് തന്നെയാണ് കോടതി SIT കോടതിയെ അറിയിച്ചിരിക്കുന്നതും അത്തരത്തിലുള്ള റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നതും. അതുപോലെ തന്നെ ഈ പോറ്റിയും തന്ത്രിയും തമ്മിലുള്ള ഒരു ബന്ധം കൃത്യമായി അന്വേഷിക്കണം. അതുപോലെ തന്നെ ഈ ഭക്തരുടെ വിശ്വാസം വ്രണപ്പെടുത്തുന്ന തരത്തിൽ തന്ത്രിക്ക് ജാമ്യം നൽകരുതെന്നും കൃത്യമായി തന്നെ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് തന്നെ കഴിഞ്ഞ ദിവസം ഈ തന്ത്രിയെ റിമാൻഡ് ചെയ്തപ്പോൾ തന്നെ ജാമ്യാപേക്ഷയും തന്ത്രി സമർപ്പിച്ചിരുന്നു. അത് ഈ മാസം 13-നാകും കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുക കേട്ടോ. തീർച്ചയായും വിനീഷ് തുടരുക. ഡാൻ, ഇവിടെ ആചാര ലംഘനത്തിനുൾപ്പെടെയാണ് തന്ത്രിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. സ്വാഭാവികമായി ഇതൊരു തന്ത്രിയുടെ അറസ്റ്റ് ഒരു പരിധിവരെയും, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ശബരിമല വിഷയം ഒരു രാഷ്ട്രീയ ആയുധമാകുന്നുണ്ട്, രാഷ്ട്രീയ വിഷയമാകുന്നുണ്ട്. അതിനിടെയാണ് BJP തന്ത്രിക്ക് പിന്തുണയുമായി എത്തിയിരിക്കുന്നത്. അതായത് ആചാര ലംഘനത്തിനാണ് കേസെടുത്തതെങ്കിൽ, അറസ്റ്റ് ചെയ്തതെങ്കിൽ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ? പിണറായി വിജയനല്ലേ ശബരിമലയിൽ ആദ്യമായി ആചാര ലംഘനത്തിനുള്ള ഒത്താശ ചെയ്തത്? തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ BJP നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് രാഷ്ട്രീയപരമായി BJP ഈ തന്ത്രിയുടെ അറസ്റ്റിനെ എങ്ങനെയാണ് കാണുന്നത്? മാത്രമല്ല, ഇവിടെ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായിട്ടുണ്ട്. അവരിപ്പോഴും പക്ഷെ പാർട്ടി സംരക്ഷിക്കുന്നെന്ന ആക്ഷേപം ഉയരുന്നു. മാത്രമല്ല, ഈ തന്ത്രി ആചാര ലംഘനത്തിൽ കൂട്ടുനിന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണമെങ്കിൽ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയെ ചോദ്യം ചെയ്തു. പക്ഷേ മുൻ മന്ത്രിയിലേക്ക് അന്വേഷണം എത്തിയില്ല, അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങിയില്ല. അവിടെ ചില രാഷ്ട്രീയ ഇടപെടലുണ്ടെന്ന് BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ടല്ലോ. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണമാണ്. ഇതിന്റെ ഓരോ തുടർ നീക്കങ്ങളും ഹൈക്കോടതിയുടെ കൃത്യമായ നിർദ്ദേശത്തിന്റെയും നിരീക്ഷണത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. അങ്ങനെയാണ് SITയുടെ അന്വേഷണം പുരോഗമിക്കുന്നത്. അതിനിടയിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ചില വിവാദങ്ങളിൽ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വലിയ തരത്തിൽ അതൃപ്തി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അന്വേഷണ സംഘത്തെ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കങ്ങൾ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന കൃത്യമായ പരാമർശമടക്കം കോടതി നടത്തേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നിലവിൽ തന്ത്രിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഭിന്നമായ അഭിപ്രായ പ്രകടനങ്ങളാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. CPM മാത്രമാണ് ഇതിനെ പരസ്യമായി സ്വാഗതം ചെയ്ത് രംഗത്തെത്തുന്നത്. BJP ആകട്ടെ ഇന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തെ വസതിയിലെത്തി സന്ദർശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. പരസ്യമായി പിന്തുണയുമായി രംഗത്ത് വരുന്നു. അറസ്റ്റിൽ ഭക്തർക്ക് സംശയമുണ്ട് എന്ന തരത്തിലേക്ക് പ്രസ്താവനകൾ വരുന്നു. മാത്രമല്ല
ആ തന്ത്രിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മന്ത്രിയെ രക്ഷിക്കാനുള്ള നീക്കം നടത്തുകയാണെന്ന പരാമർശവുമായി കോൺഗ്രസ് നേതാക്കളും രംഗത്ത് വരുന്ന സാഹചര്യം. അതായത് തന്ത്രിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് SITയുടെ നിഷ്പക്ഷത ചോദ്യം ചെയ്തുകൊണ്ട് ഇത് വിവിധ അതായത് കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ BJPയുടെ ഒക്കെ നേതാക്കൾ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ അദ്ദേഹത്തെ ഈ കേസുമായി നേരിട്ട് ബന്ധിപ്പിക്കാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ കണ്ടെത്തുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് കൃത്യമായി SITക്ക് മേൽ അവരുടെ കൃത്യമായ ഒരു സുതാര്യത വർദ്ധിപ്പിക്കുന്ന ഒരു നടപടിയായിട്ട് അത് മാറും. അതിനപ്പുറത്തേക്ക് സർക്കാരുമായി ബന്ധപ്പെട്ടവരെ ഒരു വശത്ത് സംരക്ഷിക്കുകയും മറുവശത്ത് തന്ത്രിയെ മറയാക്കിക്കൊണ്ട് അവർക്ക് കൃത്യമായ ഒരു സുരക്ഷ ഒരുക്കാനുള്ള നീക്കമാണ് നടത്തുന്നതെങ്കിൽ അത് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെക്കുമെന്നതിന്റെ സൂചനയായി തന്നെ മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന രാഷ്ട്രീയമായ പ്രതികരണങ്ങൾ. എന്തായാലും തന്ത്രിയുടെ അറസ്റ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുണ്ടായിരുന്ന മാനങ്ങൾ അതിനെ മറ്റൊരു ദിശയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്ന് തന്നെ ഉറപ്പിച്ചു പറയാം. അതോടൊപ്പം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേസെടുത്തതിന് പിന്നാലെ നടപടികൾ വേഗത്തിലാക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഒരുങ്ങുന്നുണ്ട്. മുഖ്യപ്രതി ഉൾപ്പെടെയുള്ളവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ തിങ്കളാഴ്ച കോടതിയെ സമീപിച്ചേക്കും. നഷ്ടത്തിന്റെ ആകെ മൂല്യം കണക്കാക്കി പ്രതികളുടെ സ്വത്ത് കണ്ടുകിട്ടാനുള്ള നടപടികളും ഉടൻ തുടങ്ങും. SIT പ്രതികളാക്കിയ എല്ലാവരും EDയുടെ പ്രതിപ്പട്ടികയിലും ഉണ്ടാകും. 2019 മുതൽ 2025 വരെയുള്ള ഇടപാടുകളാണ് ED പരിശോധിക്കുക. ആജ്ഞ രവീന്ദ്രൻ കൂടി ചേരുന്നു. ആജ്ഞ, SITയുടെ അന്വേഷണം കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അതിനിടെയാണ് EDയും ഈ കേസുമായി ബന്ധപ്പെട്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ കള്ളപ്പണി ഇടപാടുകൾ പരിശോധിക്കാനായി എത്തുന്നത്. SITയുടെ പ്രതിപ്പട്ടികയിൽ എല്ലാവരും ED കേസിലെ പ്രതിപ്പട്ടികയിലും വരുന്നു. നേരത്തെ BJP ഉന്നയിച്ചൊരു ആരോപണം, പ്രധാനപ്പെട്ട ആരോപണം ഇതായിരുന്നു. കാരണം ചില രാഷ്ട്രീയ ഉന്നതരെ സംരക്ഷിക്കാനുള്ള നീക്കമുണ്ട്. കോൺഗ്രസ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം മന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടി തന്ത്രിയെ അറസ്റ്റ് ചെയ്തു. പക്ഷേ SIT കളത്തിലേക്ക് വരുമ്പോൾ അത്തരമൊരു രാഷ്ട്രീയ സംരക്ഷണം ഉണ്ടാകില്ലെന്ന് കരുതാം. SIT ഏതൊക്കെ തലങ്ങളിലാണ് അന്വേഷണം നടത്തുന്നത്? ഈ കള്ളപ്പണ ഇടപാട് അതിൽ വിശദമായ അന്വേഷണമുണ്ട്, പരിശോധനകളുണ്ട്. മറ്റ് പ്രാഥമികമായ പരിശോധന SIT EDക്ക് എന്തൊക്കെയാണ് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്? ടോം, ED കേസുമായി ബന്ധപ്പെട്ടുള്ള ECIR കഴിഞ്ഞ ദിവസം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടേയുള്ളൂ. തിങ്കളാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികളെ കസ്റ്റഡിയിലെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷ ED സമർപ്പിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട, അതായത് SIT രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിലെ പ്രതികൾ ആരൊക്കെ ആയാലും അവരെല്ലാവരും EDയുടെ അന്വേഷണ പരിധിയിൽ വരും. അത് പ്രധാനമായും ആദ്യഘട്ടത്തിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ സ്മാർട്ട് ക്രിയേഷൻസ് CEO അതുപോലെ ഈ ഗോവർദ്ധൻ തുടങ്ങിയ ആളുകളും തമ്മിലുണ്ടായി ട്രാൻസാക്ഷൻസ് ആണ്, അതിന്റെ വിവരങ്ങളാണ് ആദ്യഘട്ടത്തിൽ ED പരിശോധിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ആളുകളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാത്തരം ബാങ്ക് ഇടപാടുകളും ED ശേഖരിച്ചു കഴിഞ്ഞു എന്നാണ് വ്യക്തമാകുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഇതിൽ കള്ളപ്പണമിടപാട് നടന്നിട്ടുണ്ട് എന്നതിന്, പ്രത്യേകിച്ചും സ്വർണം ഉരുക്കിയെടുക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ അതിൽ നിന്ന് വലിയൊരു ഭാഗം മറിച്ചു വിറ്റു. ആ പണം ആരുടെയൊക്കെ കയ്യിലെത്തിയിട്ടുണ്ട്, ആർക്കൊക്കെ വീതിച്ചു നൽകി തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കും. അത് മാത്രമല്ല, ഇത് കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യത്തിലേക്ക് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ PMLA വകുപ്പുകൾ പ്രകാരമാണ് ED കേസെടുത്തിട്ടുള്ളത്. അങ്ങനെയാണ്. മാത്രമല്ല, ഈ SIT അറസ്റ്റ് ചെയ്ത് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.